ഇത് ആദ്യമായി, അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തി സംഘർഷങ്ങളിൽ ഇന്ത്യ ഇടപെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഇന്ത്യ പരസ്യമായി തന്നെ ഇടപെടുന്നു. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തുന്ന വ്യോമാക്രമണവും വെടിവെപ്പും തുടരുന്നതിനിടയിലാണ് ഇന്ത്യ തങ്ങളുടെ പ്രസ്താവന പുറത്ത് വിട്ടിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരവും സ്വാതന്ത്ര്യവും പ്രാദേശിക സമഗ്രതയ്ക്കുമെല്ലാം ഇന്ത്യ തുടർന്നും പിന്തുണ നൽകും. അതിർത്തി കടന്ന് സാധാരണ സിവിലിയൻസിനെ കൊല്ലുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിശ്ചിതമായ വിമർശനമാണ് ഇന്ത്യ ഉയർത്തിയിരിക്കുന്നത്. ഇതിനു മുൻപ് മറ്റ് അയൽ രാജ്യങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവന ഇന്ത്യയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇത് ആദ്യമായിട്ടാണ് അഫ്ഗാനിസ്ഥാന് വേണ്ടി തുറന്ന പിന്തുണയുമായി ഇന്ത്യ എത്തുന്നത്. ഇതിനിടയിലാണ് സിന്ധു ദേശത്തിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭം പാകിസ്ഥാനിൽ കൊടുമ്പിരി കൊള്ളുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പ്രസക്തമാകുന്നത്. ഇന്ത്യ ഇല്ലാതെ ഒരടി പോലും മുൻപോട്ട് പോകാൻ ഒരു രാജ്യത്തിനും കഴിയുകയില്ല. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഏറ്റുമുട്ടിയാൽ അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന തിരിച്ചടിയുടെ പ്രത്യാഘാതം താങ്ങുക പ്രയാസകരമായിരിക്കുമെന്ന് കൂടി പുടിൻ പറഞ്ഞപ്പോൾ ഇവിടെ ഉരുത്തിരിയുന്ന ഒരു ചോദ്യമുണ്ട്. ഇന്ത്യ ഇതാദ്യമായി പരസ്യമായി അഫ്ഗാനിസ്ഥാന് പിന്തുണ കൊടുക്കുകയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യൻ മണ്ണിൽ നിന്ന് പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇനി വരുന്ന ഒരു യുദ്ധത്തിൽ അഫ്ഗാനിസ്ഥാൻ എല്ലാ പിന്തുണയുമായി ഇന്ത്യയും റഷ്യയും ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്.